A very good evening to all. Today we'll be discussing regarding disorders of ear. ആദ്യം നമ്മൾ കാണാൻ പോകുന്ന കണ്ടീഷൻ otitis media ആണ്. As you all know, otitis media is the inflammation of the middle ear and it is a second most common disease of young children after upper respiratory tract infection. So കുട്ടികളിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു രോഗമാണ് otitis media ആൻഡ് ഇറ്റ് ഫോളോസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. സോ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന അസുഖം എന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. സോ നമ്മൾക്കറിയാം നമ്മളുടെ വീട്ടിലൊക്കെ കുട്ടികളുള്ളപ്പോൾ ജലദോഷവും അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് കുട്ടികൾക്ക് വരാറുണ്ട്. പിന്നെ നമ്മളുടെ ഇയറും അതുപോലെ തന്നെ മീസോഫാരിങ്സും ഇത് തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എപ്പോഴും ജലദോഷ പനിയൊക്കെ ഉണ്ടായിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയില്ല, ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ ഇത് മിഡിൽ ഇയറിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അങ്ങനെയാണ് ഒട്ടൈറ്റിസ് മീഡിയ ഉണ്ടാവുന്നത്. സോ യൂഷ്വലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് if it is not treated properly, it may proceed into the middle ear and finally it may result in a otitis media. So due to the close proximity between the nasopharynx and the middle ear, usually otitis media follows nasopharyngitis and it is regarded as the second most commonest disease of young children after upper respiratory tract infection. The peak incidence usually occurs between 6 months and 3 years of age. പിന്നെ 3 to 4 years comparatively safe ആണ് ആൻഡ് ഫ്രം 4 to 6 years of age. സോ യൂഷ്വലി പീക്ക് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 6 മാസം തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും 4 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുമാണ്. ആൻഡ് ആസ് ദ ചൈൽഡ് ഗ്രോസ് ദ ഇൻസിഡൻസ് ഡിക്രീസസ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ അസുഖം കണ്ടുവരുന്നത് വിൻ്ററിലും അതുപോലെ തന്നെ സ്പ്രിംഗ് മന്ത്സിലുമാണ്. വിൻ്ററിലും സ്പ്രിംഗ് മന്ത്സിലുമാണ് ജലദോഷം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒട്ടൈറ്റിസ് മീഡിയയും ഈ 2 മന്ത്സിലാണ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നത്. Coming to the predisposing factors. So there are few predisposing factors which are wide, short, straight eustachian tube that lie in a more horizontal plane than those of older children and adults. സോ നമ്മളുടെ അല്ലെങ്കിൽ അഡൽസിൻ്റെ ഇയർ പോലെ അല്ല, അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് പോലെ അല്ല കുട്ടികളുടെ യൂസ്റ്റേഷ്യൻ ട്യൂബിന് ഇത്രോടെ വൈഡ്നെസ് കാണും, അത് ഇത്രോടെ ഷോർട്ടായിരിക്കും ആൻഡ് ഇൻക്ലൈൻഡ് ആയിരിക്കില്ല, അത് സ്ട്രെയിറ്റിലായിരിക്കും കിടക്കുക. And that is why the infection can spread very easily into the eustachian tube. So ആദ്യത്തെ predisposing factor ആണ് wide, short and straight eustachian tube that lie in a more horizontal plane. രണ്ടാമത്തെ കാര്യമാണ് the amount and stiffness of the cartilage support is less and hence open easily. സോ നമ്മളുടെ ഇയറിനെയും മീസോഫാരിങ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന കാർട്ടിലേജ് കുട്ടികളിൽ വെൽ ഡെവലപ്ഡ് ആയിരിക്കില്ല, അത് സ്റ്റിഫ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തുറന്നു പോയേക്കാം. ആൻഡ് ദ ഇൻഫെക്ഷൻ ഓർ ദ ബാക്ടീരിയ ഫ്രം ദ മീസോഫാരിങ്സ് ക്യാൻ സ്പ്രെഡ് ഈസിലി ഇൻ ടു ദ മിഡിൽ ഇയർ. So the second predisposing factor is the amount and the stiffness of cartilage support is less and hence the eustachian tube open easily. ഇനി മൂന്നാമത്തെ കാര്യമാണ് the musculus tensor veli platinae. The active opener of the eustachian tube is less sufficient before puberty. So pubertyക്ക് മുമ്പുള്ള കുട്ടികളിൽ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ആക്റ്റീവ് ഓപ്പണറായ മസ്കുലസ് ടെൻസർ വേലി പ്ലാറ്റിനെ എന്ന് പറയുന്ന ടെൻഡൻ അത്ര എഫിഷ്യൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ് പെട്ടെന്ന് തുറന്നു പോയേക്കാം. ആൻഡ് വെൻ ഇറ്റ് ഓപ്പൺസ് ഇറ്റ് സക്സ് ദ ബാക്ടീരിയ ഇൻ ടു ദ മിഡിൽ ഇയർ. The fourth thing is the abundant lymphoid tissue including the adenoids can obstruct the tube. സോ അഡിനോയിഡ് ഗ്ലാൻസ് ഒക്കെ കുട്ടികളിൽ അല്ലെങ്കിൽ ലിംഫാറ്റിക് ടിഷ്യൂ കുട്ടികളിൽ ഇത്രോടെ അബൻഡൻ്റ് ആണ്. അഡിനോയിഡൈറ്റിസ് അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ
ലിംഫ് നോട്ട്സ് ഒക്കെ വീർത്ത് കഴിയുമ്പോൾ കുട്ടികളുടെ യൂസ്റ്റേഷ്യൻ ട്യൂബിനെ ഒബ്സ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദർ വിൽ ബി കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ യൂസ്റ്റേഷ്യൻ ട്യൂബ് ആസ് ദ ഡ്രെയിനേജ് ഇസ് നോട്ട് പ്രോപ്പർ. സോ നമ്മൾ ഇതുവരെ കണ്ട പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്: wide, short, straight eustachian tube. The amount of and stiffness of cartilage support is less. The musculus tensor veli platinae, which is the active opener of the eustachian tube, is less sufficient. The abundant lymphoid tissue like adenoids can obstruct the tube whenever there is adenoiditis or tonsillitis. The next predisposing factor is children have immature humoral defense mechanism and this permits infection to occur. നമുക്കറിയാവുന്ന പോലെ തന്നെ കുട്ടികളിലെ ഡിഫെൻസ് മെക്കാനിസം അത് പ്രോപ്പർലി ഡെവലപ്ഡ് ആവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഉണ്ടാവാം. The next thing is frequent upper respiratory tract infection permits the organism to travel up to the tube. നമ്മളിത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കുട്ടികളിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് വളരെ ഫ്രീക്വൻ്റ് ആണ്. ആൻഡ് ഈ ഓർഗാനിസം ഇറ്റ് ക്യാൻ ട്രാവൽ ഇൻ ടു ദ മിഡിൽ ഇയർ ആസ് നേസോഫാരിങ്സ് ആൻഡ് ദ ഇയർ യൂസ്റ്റേഷ്യൻ ട്യൂബ് ഇറ്റ് ഇസ് വെരി ക്ലോസ്ലി ലൊക്കേറ്റഡ്. Supine position permits pooling of milk and other liquids in the pharyngeal cavity, reducing drainage from the ear. സോ കുട്ടികളിൽ പാല് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫീഡിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഫീഡിങ്ങിന് ജസ്റ്റ് ശേഷം ഉറങ്ങുമ്പോൾ കുട്ടികളെ സുപ്പൈൻ പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ മിൽക്കും അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളവും ഒക്കെ ഫാരിഞ്ചൽ ക്യാവിറ്റിയിൽ പൂളി ചെയ്യാനുള്ള സാധ്യതയുണ്ട്, കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇതിങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ യൂസ്റ്റേഷ്യൻ ട്യൂബിൽ നിന്നുള്ള ഡ്രെയിനേജ് ബ്ലോക്ക്ഡ് ആവും. ആൻഡ് ദാറ്റ്സ് വൈ ദർ ക്യാൻ ബി അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ യൂസ്റ്റേഷ്യൻ ട്യൂബ്. So these are the predisposing factors. ഒന്നുകൂടെ കാണാം. The eustachian tube is wide, short and straight and it is in a more horizontal plane. രണ്ടാമത്തെ, the amount, the stiffness of the cartilage support is less. Then the muscular tensor veli platinae, which is the active opener of the eustachian tube, is less sufficient. There is abundant lymphoid tissue which can obstruct the eustachian tube. Children have immature humoral defense mechanism. There can be frequent upper respiratory tract infection which may spread into the middle ear. And if the children are laid in supine position during feeding, there can be accumulation of fluid within the eustachian tube. So these are the different predisposing factors. Coming to the etiology, the main etiological factors which causes otitis media are respiratory viruses. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികളിലെ നേസോഫാരിഞ്ചൈറ്റിസ് ഉണ്ടാവുന്ന സമയത്ത് ആ ബാക്ടീരിയ ആണ് മിഡിൽ ഇയറിലേക്ക് യൂഷ്വലി സ്പ്രെഡ് ആയിട്ട് ഒട്ടൈറ്റിസ് മീഡിയ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ ഫസ്റ്റ് etiological factor is respiratory viruses. The next thing is blocked eustachian tube due to edema of upper respiratory tract infection. സോ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ അഡിനോയിഡ് ഗ്ലാൻസും ലിംഫോയിഡ് ടിഷ്യൂവും ഒക്കെ എൻലാർജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ് ബ്ലോക്ക്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ദർ വിൽ ബി കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ യൂസ്റ്റേഷ്യൻ ട്യൂബ്, ഫൈനലി വിച്ച് മേ ലീഡ് ടു ഒട്ടൈറ്റിസ് മീഡിയ. The next thing is allergic rhinitis. Allergic rhinitis again is associated with the enlargement of the lymphoid glands which may block the eustachian tube and finally it can lead to otitis media. Hypertrophic adenoids. ചില കുട്ടികളിൽ അഡിനോയിഡ് ഗ്ലാൻസ് ഹൈപ്പർട്രോഫിക് അല്ലെങ്കിൽ എൻലാർജ്ഡ് ആയിരിക്കും. That can be due to frequent adenoiditis. Again, it obstructs the eustachian tube. There can be otitis media in such cases also. And the common organisms which causes otitis media are Streptococcus pneumoniae as well as Haemophilus influenzae. So the common etiological factors are respiratory viruses, blocked eustachian tube due to edema of upper respiratory tract infection, allergic rhinitis, hypertrophic adenoids, and the common organisms are Streptococcus pneumoniae as well as Haemophilus influenzae. Coming to the risk factors,
It is very common in few children like those who are having bottle feeding. So bottle feeding the പ്രത്യേകത again children they sleep with the bottle. അപ്പോൾ അതെല്ലാം